ഹസീബ് ഹനീഫ് എന്ന് പറഞ്ഞ ഒരു നിർമ്മാതാവിനെ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന എത്ര പേർക്ക് അറിയാം? പിന്നെ ആലപ്പുഴക്കാരനാണ്. നമ്മുടെ നടി ഉഷ ഹസീനയുടെ സഹോദരനാണ് ഹസീബ്. ഹസീബ് കുറച്ച് സിനിമകളുടെ നിർമ്മാതാവും സഹനിർമ്മാതാവും ഒക്കെ ആയിരുന്നു. മരിച്ചുപോയ നിസാറിനെ കൊണ്ടൊക്കെ സിനിമ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു. പെട്ടെന്ന് അസുഖബാധിതനായി പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഹസീബ്. അതിനോടൊപ്പം കോടികളുടെ ബാധ്യത തലയിലായതോടെ ഹസീബിന്റെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ദുഃഖകയത്തിലായി എന്ന് പറയാം. ഹസീബിന്റെ ദുരിത വാർത്തകളേക്കാൾ എന്നെ നോവിച്ചത് ആപത്ത് കാലത്ത് ഒന്ന് വിളിച്ചാൽ ഫോണെടുത്ത് ഹസീബേ ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ഒരു ആശ്വാസ വാക്ക് പറയാൻ പോലും തന്നെ ചതിച്ചവൻ തയ്യാറാകുന്നില്ല എന്ന സങ്കട വർത്തമാനം കേട്ടപ്പോൾ ഈ സിനിമാക്കാരൊക്കെ എങ്ങനെ ഇത്രയും ചെറ്റകളാകുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത്. ശുക്രിയ, എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ജയറാമിന്റെ മകൻ കാളിദാസ് നായകനാവുന്ന ഹാപ്പി സർദാർ മറ്റാരോ തുടങ്ങി വെച്ച സിനിമയായിരുന്നു. അത് പാതി വഴിയിൽ കിടന്നുപോയി. ഈ ചിത്രം ജയറാം ഇടപെട്ട്, അണ്ടർലൈനിട്ട് കേൾക്കണം, ജയറാം ഇടപെട്ട് ഹസീബിനെ കൊണ്ട് എടുപ്പിച്ചു. ഉറക്കം വരുന്നു. എന്തെങ്കിലും അടിപറ്റിയാൽ ഞാനില്ലേ ഹസീബെ പരിഹരിച്ചോളാമെന്ന ഉറപ്പ് ജയറാം നൽകിയത് ഒരു ഉറപ്പായി തന്നെ ഹസീബ് എടുത്തു. ഹൈദരാബാദിലെ റാമുജി ഫിലിം സിറ്റിയിലും പഞ്ചാബിലും ഒക്കെ പോയി അടിച്ചു പൊളിച്ചങ്ങ് പടം തീർത്തു. പക്ഷെ തിയേറ്ററിലെത്തിയപ്പോൾ പരമദയനീയമായി ഈ സർദാർ പടം തലകുത്തനെ താഴെ വീണു. എന്തേലും പ്രശ്നം വന്നാൽ ജയറാം ഉണ്ടല്ലോ കൂട്ടിന്. ഇതിനിടയിലാണ് സ്ട്രോക്കിന്റെ രൂപത്തിൽ ഹസീബിനെ വിധി വീഴ്ത്തിയത്. എന്തൊരു കഷ്ടം. എന്തെങ്കിലും വഴി തേടി ജയറാമിനെയോ കാളിദാസിനെയോ ഹസീബ് വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അങ്ങനെ ഹസീബിന്റെ ജീവിതം ശരിക്കും വഴിമുട്ടി എന്ന് എന്നോട് അയാൾ തുറന്നു പറഞ്ഞു. വളരെ മോശമായി. എന്റെ ദിനേശ് ചേട്ടാ, എന്നെ ഇങ്ങനെ ജയറാം ചതിക്കുമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും പടത്തിനൊരു വീഴ്ച വന്നാൽ ഞാൻ ഇല്ലേ ഹസീബെ എന്ന് എന്നോട് ചോദിച്ച് അയാളുടെ മകന്റെ പടം എന്നെ തലയിൽ വെച്ച് തന്ന എന്നെ തേച്ചതാണല്ലേ. ദയനീയമായി കോടികൾ പോയപ്പോൾ ഞാൻ ഈ അസുഖബാധിതനല്ലായിരുന്നെങ്കിൽ ഞാൻ വിളിക്കില്ലായിരുന്നു. ഞാനിങ്ങനെ സ്ട്രോക്കിന്റെ രൂപത്തിൽ കിടക്കുകയാണ്. അപ്പം ഞാൻ എന്തെങ്കിലും അയാളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ അയാൾ ഫോൺ എടുക്കുന്നില്ല. അയാളുടെ മകൻ നായകനായ പയ്യനും എടുക്കുന്നില്ല. കഷ്ടായിപ്പോയി. വെടിവെച്ച് കൊല്ലണപ്പം അതിനെ. കിരീടമൊക്കെ ചെയ്ത് ഒരുപാട് കാശുണ്ടാക്കിയ കിരീട ഉണ്ണി മില്ലേനിയം സ്റ്റാർസ് എന്നുണ്ട് പടം എടുത്തു. പൊളിഞ്ഞു പാളീസായി എന്ന് പറയും. പടം പൊളിഞ്ഞ ശേഷം എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടി ജയറാമുള്ള സെറ്റിൽ ചെന്നു. കാറിൽ നിന്ന് കിരീട ഉണ്ണി ഇറങ്ങിയപ്പോൾ ജയറാം കൂകുകയാണ് സ്വീകരിച്ചതെന്ന് അന്ന് വലിയ വാർത്തയായി. പൊളിഞ്ഞ പടത്തിന്റെ പ്രൊഡ്യൂസർ പൊട്ടിയ പ്രൊഡ്യൂസർ വരണേ എന്ന് പറഞ്ഞ് കൂവി. ഹസീബിനെ എന്തായാലും കൂവിയില്ലല്ലോ. ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക, ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല.